അങ്ങനെ സുശീലയെ അതിവിദഗ്ധമായിട്ട് ഇന്ദ്രയും സൂര്യയുടെയും പ്ലാൻ പ്രകാരം പുറത്താക്കാൻ സാധിച്ചതിൻ്റെ ആശ്വാസം നിൽക്കാട്ടോ വീട്ടിലെ എല്ലാവരും. യതിസർ പറയുന്നുണ്ട്, എന്നാലും നീയും ഇന്ദ്രനും ചേർന്ന് നടത്തിയ നാടകം കൊള്ളാം, പക്ഷെ ഞങ്ങളൊക്കെ ആകെ പേടിച്ചു പോയി എന്ന് പറയാണ്. ഒരുപാട് തല്ല് കിട്ടിയല്ലടാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സൂര്യ പറയുന്നത് സാരമില്ലച്ചാ, എന്നാലും അവർ മക്കളെല്ലാവരും വിഷമിച്ചിരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനല്ലാതെ വേറൊരു വഴിയില്ലായിരുന്നു അവരെ പുറത്താക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പത്മ പറയുന്നുണ്ട്, ആ ഒന്ന് പോയതേ ഉള്ളൂ, ഇനിയും വരും ഇതുപോലുള്ള ഓരോന്ന് എന്ന് പറയാണ്. സൂര്യ പറയുന്നുണ്ട്, വരുമ്പോൾ അവരൊക്കെ നന്ദിനി പറഞ്ഞിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് അവളുടെ മേൽ പഴി ചാരി വിടണം കേട്ടോ. നാട്ടിലെന്ത് സംഭവിച്ചാലും അതിനൊക്കെ നേരിടാൻ കഴിയും എന്നൊരു ചങ്കൂറ്റം ഉണ്ടായിരുന്നു പത്മ മേഡത്തിന്. പക്ഷേ ഒരു നാട്ടുപുറത്തുകാരി പെമ്പിള്ള വന്ന് വീടിനകത്ത് ഇങ്ങനെയൊക്കെ കോലാഹലം കാണിച്ചപ്പോൾ എവിടെ പോയി ആ ചങ്കൂറ്റമെല്ലാം? ഇത്രയേ ഉള്ളൂ പറഞ്ഞു പൊലിപ്പിച്ചു വെച്ച പത്മ മേഡം എന്ന് പറയാൻ സൂര്യ. അപ്പോൾ പത്മ പറയുന്നുണ്ട്, കണ്ണിൽ കണ്ട ഭ്രാന്തികളെയൊക്കെ കൈകാര്യം ചെയ്യലല്ല എൻ്റെ ജോലി, അവരൊക്കെ വീട്ടിനകത്ത് കയറ്റി സൽക്കരിക്കാനും എനിക്കറിയില്ല എന്നും പറഞ്ഞിട്ട് പത്മ അകത്തെ കാര്യം പോവാണ്. പിന്നാലെ തന്നെ രണ്ട് പെൺപിള്ളേരും. അങ്ങനെ അവസാനം വിജയ് അവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ സൂര്യ പറയും, എന്താ അളിയ പിന്നാലെ എഴുന്നേറ്റ് പോകുന്നില്ലേ? അപ്പോൾ വിജയ് സൂര്യയുടെ അടുത്ത് പറയും, എന്തായാലും അളിയ കലക്കി, അളിയന് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുകയുള്ളൂ, ഇത് മറ്റാരെക്കൊണ്ടും കഴിയില്ല, കീപ് ഇറ്റ് അളിയ എന്ന് പറഞ്ഞ് വിജയ് മുകളിലേക്ക് പോവാൻ. പിന്നീട് നന്ദിനി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവളടുത്തേക്ക് എന്നിട്ട് പറഞ്ഞ്, ശരിക്കും പേടിപ്പിച്ച് കളഞ്ഞല്ലോ സാർ. അപ്പോൾ സൂര്യ ചിരിച്ചുകൊണ്ട് പറയുന്നു, ഇതൊക്കെ രസമല്ലേ നന്ദിനി, ജീവിതം ഇങ്ങനെയൊക്കെയല്ലേ രസമുണ്ടാവുകയുള്ളൂ, വെറുതെ അങ്ങനെ തട്ടിലും മുട്ടിലൊക്കെ ഇടക്ക് കൊടുക്കണം അല്ലേ അച്ഛ എന്നൊക്കെ പറയണം. അപ്പോൾ എതിസറും ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാത്രിയിലാണ്. നന്ദിനി ബാൽക്കണിയിൽ നിന്ന് സൂര്യയും അവളുമൊത്തുള്ള ഓരോ നിമിഷങ്ങളും ഇങ്ങനെ ആലോചിച്ച് സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അവസാനം സൂര്യ മദ്യപിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അവൾ അവനെ കൊണ്ട് ഊതിക്കുന്നതും അവൻ മദ്യപിച്ചിട്ടില്ലെന്ന് ബോധ്യമാവുന്നതും നല്ല കുട്ടിയാവാൻ അറിയാം അല്ലേ എന്നൊക്കെ അവൾ പറയുന്ന ഓരോ കാര്യങ്ങൾക്ക് ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ. എന്നാൽ സൂര്യയാകട്ടെ വിവേകിൻ്റെ വീട്ടിലിരുന്ന് നന്നായിട്ട് മദ്യപിക്കാൻ. വിവേക് പറയുന്നത്, സൂര്യ എന്നോട് നന്ദിനി മദ്യപിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? സൂര്യ പറയുന്നത്, നീ പോടാ, ഞാൻ മദ്യപിക്കുന്നത് അയാൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് അന്ന് വിഷു കൈനീട്ടം കൊണ്ടുവന്നതൊക്കെ അയാൾ പറഞ്ഞിട്ടാണ്, അതുപോലെ തന്നെ ഒരു കൈനീട്ടം എൻ്റെ ചേച്ചിക്ക് കൊടുക്കണമെന്നൊക്കെ റിക്വസ്റ്റ് ചെയ്തത് അവളാണ് എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറയാൻ കേട്ടോ. അവസാനം അവൻ കൊടുത്ത വിഷു കൈനീട്ടം പത്മ വന്നിട്ട് വലിച്ചെറിയുന്നതും നന്ദിനിയുടെ എല്ലാ ആഗ്രഹങ്ങളും നല്ലൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ച് ഒരു ദിവസം കൊണ്ട് ഒറ്റ നിമിഷം കൊണ്ട് തകർത്തില്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞവർ ഇമോഷനാണ്. വീണ്ടും എടുത്ത് കുടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി നന്ദിനിയെക്കുറിച്ച് ആരെങ്കിലും അനാവശ്യം പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്താൽ അവരുടെ നാവ് ഞാൻ പിഴുതെടുക്കും, അയാളൊരു പാവമാണ്ട പച്ച പാവമാണ് എന്നൊക്കെ പറഞ്ഞ് നന്ദിനിയെക്കുറിച്ച് വാനോളം പൊക്കി പറയാണ്. അപ്പോൾ വിവേക് പറയുന്നുണ്ട്, നന്ദിനിയെക്കുറിച്ചുള്ള അഭിപ്രായം നിനക്ക് മാറിക്കൊണ്ട് വരികയാണ് സൂര്യ, നീ നോക്കിക്കോ, ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ നീ എത്തും എന്നൊക്കെ പറയാണ്. അപ്പോൾ നീ ഏത് സ്ഥലമാണ് ഉദ്ദേശിച്ചത് അത് പറടാ, എങ്കിൽ ഞങ്ങൾ രണ്ടുപേരും പോയി നിൽക്കാം എന്ന് സൂര്യയും. അതൊക്കെ വരുമ്പോൾ ഞാൻ പറയാം എന്ന് പറയാണ്. നന്ദിനി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും എന്ന് സൂര്യ തെളിയിച്ചിരിക്കും, നീ നോക്കിക്കോ, അത് ഇന്ന് ഞാൻ തെളിയിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞ് തീരുമാനത്തോടു കൂടി നിൽക്കേണ്ട സൂര്യ. എന്നാൽ നന്ദിനിയെ കാണിക്കുന്നുണ്ട്, ഏറെ വൈകിയൊരു സൂര്യ സാറ് കാണുന്നില്ലല്ലോ എന്നുള്ള വിഷമത്തോടു കൂടി ബാൽക്കണിയിൽ നിന്നും പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് അവളെ. അധികം വൈകാതെ തന്നെ സൂര്യയുടെ കാറ് വീട്ടുമുറ്റത്ത് വന്ന് നിൽക്കുകയാണ്. നന്ദിനി പ്രതീക്ഷയോടുകൂടി സന്തോഷത്തോടുകൂടി നോക്കി നിൽക്കുകയാണ്. അപ്പോഴേതാ ഡോർ തുറന്ന സൂര്യ ആടി ഉലഞ്ഞ് ഇറങ്ങുന്നു. ഇറങ്ങി മാത്രമല്ല വണ്ടിയുടെ മേൽ അവൻ കമിഴ്ന്ന് വീഴുകയും ചെയ്യാൻ കേട്ടോ. ഇത് കണ്ടപ്പോൾ നന്ദിനിക്ക് ആകെ വിഷമമാണ്. അവൾ വളരെ പ്രയാസത്തോടു കൂടി നോക്കി നിൽക്കാൻ കേട്ടോ. സൂര്യാകട്ടെ ഒരു വിധം അവരിൽ നിന്നൊക്കെ എഴുന്നേറ്റ് ഓക്കെ സ്റ്റഡി എന്നൊക്കെ അവൻ്റെ ബോഡിയെ തന്നെ അവൻ സ്വയം കൊട്ടി പരിശീലിപ്പിച്ച് അകത്തെ കയറുകയാണ്. ഇത് കണ്ടപ്പോൾ നന്ദിനിക്ക് ആകെ വിഷമാവാൻ കേട്ടോ. കുടിച്ചു, ഞാൻ പറഞ്ഞത് കേൾക്കാതെ സാറ് കുടിച്ചു, ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല, എന്നെ തോൽപ്പിച്ചല്ലേ, ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് വാശിയോട് കൂടി അവൾ അകത്തേക്ക് പോവുകയാണ്. അതേസമയം സൂര്യ അകത്തേക്ക് കയറി വന്ന് ആടി നിൽക്കുകയാണ് കേട്ടോ. എല്ലാവരും താഴെ സോഫയിൽ ഇരിക്കുകയാണ്. വിജയമല്ലേ എന്നുവെച്ചിട്ട് പറയുന്നത്, ഇന്നാളെ നല്ല ഫോമിലാണല്ലോ വന്നിരിക്കുന്നത്, മിക്കവാറും ഇടിയും മഴയ്ക്ക് ഇവിടെ ഉണ്ടാകും എന്ന് പറയാണ്. എതിസർ അവനെ കണ്ടതും, സൂര്യ നീ കുടിച്ചുവല്ലേ, ഇത്രയും ദിവസം താൻ കുടിക്കാതിരുന്നതല്ലേ, പിന്നെ എന്തിനാ ഇന്ന് കുടിച്ചത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സൂര്യ ആടിക്കൊണ്ട് പറയുന്നുണ്ട്, ഞാൻ കുടിച്ചതിൻ്റെ കാരണം അറിയണം അല്ലേ അച്ഛാ? അതിനുള്ള ഉത്തരം എന്നോടല്ല ചോദിക്കേണ്ടത്, ഇതാ ഇവിടെ ഇരിക്കുന്നവരോടാണ്. ഇന്നേ രാത്രി എന്താ സംഭവിച്ചതെന്ന് അച്ഛൻ ശരിക്കും അറിഞ്ഞതല്ലേ? ഞാൻ എന്താ തെറ്റാ ചെയ്തത്? നന്ദിനി എന്താണ് ചെയ്തത്? കൂടെ പിറപ്പല്ലേ, ഒരു വിഷുവൊക്കെ വരികയല്ലേ, ഒരു കൈനീട്ടം തന്നു എന്നൊരു തെറ്റ് മാത്രമല്ലേ ഞാൻ ചെയ്തിട്ടുള്ളൂ. രണ്ടുപേർക്കും അത് കൈനീട്ടി വാങ്ങിക്കാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷേ ദ ഗ്രേറ്റ് പത്മാമേടത്തെ കണ്ടപ്പോൾ രണ്ടുപേരുടെ മുട്ടയിടിച്ചു. ശേഷം സൂര്യ എന്തുകൊണ്ട് അളിയ അങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ചോദിക്കണം. അപ്പോൾ വിജയാകെ പേടിക്കാണ്. ഇത്ര ആളുകളുണ്ടായിട്ടും അളിയൻ എന്താ എന്നോട് മാത്രം ചോദിച്ചു, എനിക്ക് പേടിയാണ് എന്നൊക്കെ പറയാണ്. അപ്പോൾ സൂര്യ പറയുന്നത്, അതെ പേടി, വീട്ടിലുള്ളവർക്ക് പേടി, മക്കൾക്ക് പേടി, മരുമക്കൾക്ക് പേടി, പുറത്ത് ഓഫീസിലുള്ളവർക്ക് പേടി, ഇവരാരാ ലേഡീസ് ഹിറ്റ്ലറോ എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് പത്മയെ പറയാൻ കേട്ടോ. അവസാനം പത്മ എഴുന്നേറ്റ് നിന്ന് പൊട്ടിത്തെറിക്കുകയാണ്. എന്നിട്ട് നന്ദിനിയെക്കുറിച്ച് നന്നായിട്ട് അപവാദങ്ങളൊക്കെ പറയാൻ, അവൾ വേലക്കാരി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, അവൾ വേലക്കാരി വീണ്ടും അങ്ങനെ തന്നെ പറയണം, പക്ഷേ അവളെൻ്റെ ഭാര്യയാണ്, അവൾ ആരാണെന്ന് ഇന്ന് മുതൽ നിങ്ങൾ അറിയാൻ പോകുന്നേയുള്ളൂ, നാളെ മുതൽ അവളായിരിക്കും ഈ വീട്ടിലെ കണക്കുകളൊക്കെ നോക്കാൻ പോകുന്നത്, അത് ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറയാൻ കേട്ടോ. നാളെ മുതലേ ഓരോരുത്തരും എന്തിന് എങ്ങനെയൊക്കെ ചിലവാക്കുന്നു എന്നുള്ള കണക്ക് കൃത്യമായിട്ട് നന്ദിനിക്ക് കൊടുത്തിരിക്കണം, ഇത് ഈ വീട്ടിലെ ഉടമസ്ഥനായ ഞാനാ പറയുന്നത് എന്നൊക്കെ പറയാൻ. അത് അച്ഛനായാലും അമ്മയായാലും സഹോദരിമാരായാലും ശരി എന്നൊക്കെ പറയാൻ കേട്ടോ.
അപ്പോൾ പത്മ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നീ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി അവളെ ഇങ്ങ് കെട്ടിയിറക്കി കൊണ്ടുവാ, അപ്പോൾ കാണാം ഈ പത്മയാരാണെന്ന്, അവളുടെ ശവം നീ കാണും എന്നൊക്കെ പറയാണ്. അപ്പോൾ സൂര്യ ചിരിച്ചുകൊണ്ട്, ഇവരാരാച്ച കാലൻ്റെ പെങ്ങളോ, കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ എന്നൊക്കെ പറയാണ്. അപ്പോഴേക്ക് ദിസർ, സൂര്യ നീ അകത്തേക്ക് പോതിയെ സംസാരിക്കേണ്ട എന്ന് പറയാണ്. ഞാൻ പോകാം, പക്ഷേ ഇന്നത്തേക്കിനുള്ള നിയമം ഇത് മാത്രം മതി. കൂടുതൽ എന്നെ ചൊറിയാൻ വന്നാൽ ഞാൻ പിന്നെ ഇതിലും കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് അവനകത്തേക്ക് പോവുകയാണ്. പിന്നാലെ എതിസറും പോകാൻ നിൽക്കുമ്പോൾ പത്മ അല്ല, ഇതിനൊന്നും നിങ്ങൾക്കൊന്നും പറയാനില്ല, അവനിപ്പോൾ ചെയ്ത് കൂട്ടിയതിനൊന്നും. എതിസർ പറയുന്നുണ്ട്, അവൻ മുൻവാശിക്കാരനാ, മാത്രമല്ല ഇപ്പോൾ മദ്യപിച്ചാൽ അവൻ്റെ നിയന്ത്രണം വിടുമെന്ന് നിനക്ക് നന്നായിട്ടറിയാം. എന്നിട്ടും നീ തന്നെ ഇന്നലെ രാത്രി അങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടെത്തി. നീ അങ്ങനെ ഒരു അഹങ്കാരം കാണിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ മക്കൾ ഒരുപക്ഷെ വീണ്ടും അഴുക്കാനും പരസ്പരം സ്നേഹിക്കാനുമുള്ള ഒരു അവസരമാണ് നീ ഇല്ലാതാക്കിയത് എന്ന് പറഞ്ഞ് അദ്ദേഹം അകത്തേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് റൂമിലേക്ക് കയറിപ്പോയ നന്ദിനിയെയാണ് കേട്ടോ. അവൾ താന്നൂരാമയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദേവി, ഞാൻ സത്യം ചെയ്തതല്ലേ, സാറ് കുടിച്ചാൽ ഞാനും കുടിക്കുമെന്ന്, എന്നിട്ടും സാറ് കുടിച്ചു വന്നത് കണ്ടില്ലേ? ഞാൻ പറഞ്ഞ വാക്ക് നിലനിർത്തണമെങ്കിൽ എനിക്കും കുടിക്കണം. ഞാൻ കുടിക്കും, ഉറപ്പായിട്ടും കുടിക്കും, അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ പ്രാർത്ഥിച്ചുകൊണ്ട് നേരെ വരികയാണ് കേട്ടോ സൂര്യയുടെ കള്ളുകൾ വെച്ച ഷെൽഫിലേക്ക്. എന്നിട്ട് അതിൽ നിന്നും എല്ലാ മദ്യക്കുപ്പികളും അവൾ നോക്കുകയാണ്. അതിൽ നിന്നും ഒന്ന് അവൾ എടുക്കുകയാണ്. കുപ്പിയുടെ മൂടി തുറന്ന് നന്ദിനി സ്മെല്ല് നോക്കുകയാണ്. അവൾക്കാകെ ഛർദ്ദിക്കാൻ വരികയാണ്. അയ്യോ, ഇതെങ്ങനെ കുടിക്കുക, ഇത് കുടിക്കണോ, എനിക്ക് കഴിയില്ല, പക്ഷേ സാറ് കുടി നിർത്തണമെങ്കിൽ ഞാൻ കുടിച്ചേ പറ്റൂ, എങ്കിലേ ഞാൻ പറഞ്ഞ വാക്ക് എനിക്ക് പൂർത്തിയാക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയാണ്. എന്നിട്ട് അവൾ സ്വയം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കോൺഫിഡൻസോട് കൂടിയിട്ട് ആ കുപ്പി കയ്യിലെടുക്കുകയാണ്. എന്നിട്ട് താന്നൂരമ്മയുടെ ഫോട്ടോ നോക്കിയിട്ട് താന്നൂരമ്മ എന്നോട് പൊറുക്കണേ എന്ന് പറഞ്ഞ് മൂക്കും പിടിച്ചിട്ട് അവൾ ഒറ്റ ശ്വാസത്തിന് കുടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് കുപ്പി താഴെ വെച്ചിട്ട് എന്നൊക്കെ പറഞ്ഞ് ഛർദ്ദിക്കാനൊക്കെ വരുന്നത് പോലെ നിൽക്കുന്നുണ്ട്. പിന്നീട് അവളുടെ മുഖഭാവം ആകെ മാറുകയാണ്. നല്ലൊരു ചിരിയൊക്കെ കലർന്നിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പതിയെ കാലൊക്കെ കുഴഞ്ഞ് അവൾ വേച്ച് നടക്കുകയാണ്. ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞത് കേൾക്കാതെ നിങ്ങൾ കുടിച്ചു അല്ലേ, അതുകൊണ്ട് ഞാനും കുടിച്ചു. ഇനി സാറ് ഇവിടെ എന്ത് പ്രകടനം കാഴ്ചവെച്ചാലും അതുപോലെ തന്നെ ഞാനും ചെയ്യും. സാറ് തലകുത്തി മറിഞ്ഞാൽ ഞാനും തലകുത്തി മറിയും. അങ്ങനെ ആണുകൾ മാത്രം കള്ളു കുടിക്കേണ്ട, കാണിച്ചു തരാം എന്ന് പറഞ്ഞ് വീണ്ടും അവൾ കുപ്പിയെടുത്തിട്ട് കുടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയാം, അയ്യോ തലക്കൊക്കെ എന്തൊരു പെരുപ്പാണിത്, ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ചുറ്റി നോക്കുകയാണ്. ആ സമയത്ത് ചുമരുമേൽ സൂര്യയുടെ ഫോട്ടോ കാണാൻ. ഇപ്പോൾ മനസ്സിലായി, ഇത് സാറിൻ്റെ മുറി, ഇത് സാറിൻ്റെ ബെഡ്. അപ്പോൾ ഇനി എനിക്ക് എൻ്റെ സാറിനെ കാണണം, എൻ്റെ സൂര്യക്കുട്ടനെ എനിക്കൊന്ന് കാണണം, ഞാൻ ചെല്ലട്ടെ എന്ന് പറഞ്ഞ് അവൾ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. എന്നാൽ സൂര്യയാട്ടെ കാലൊക്കെ കുഴഞ്ഞിട്ടും നല്ല രീതിക്ക് തന്നെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് എത്തുകയാണ് കേട്ടോ. നന്ദിനി അവിടെ ഞാൻ നോക്കി നിൽപ്പുണ്ടോ എന്നൊക്കെ അവൻ എത്തി നോക്കിയിട്ട് നല്ല ഉഷാറായിട്ട് പാൻറ്റൊക്കെ റെഡിയാക്കിയിട്ട് മുന്നോട്ട് നടക്കുകയാണ്. അപ്പോഴാണ് നന്ദിനി ആടിക്കുഴഞ്ഞുകൊണ്ട് സൂര്യയുടെ മുന്നിലെത്തിയത്. സൂര്യ നന്ദിനിയെ കണ്ടതും ആകെ ഷോക്കായി നിൽക്കുകയാണ്. ഇങ്ങനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.